സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലുവ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സോ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സി വെച്ചിട്ടാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. സോ ആ ലാംഗ്വേജിൻ്റെ ഒരു യുണീക്ക് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ് ആക്ച്വലി. ആൻഡ് അത് മെയിൻലി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബഡഡ് ആസ് വെൽ ആസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. സോ 1993 ബ്രസീലിലാണ് ആക്ച്വലി ആ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ആയത് തന്നെ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ 21 ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് ഉള്ളൂ. ഏതൊരു ബിഗിനേഴ്സ് ആയാലും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെ അതൊരു ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ആണ്. ആൻഡ് അതിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് പാക്കേജ് ആണ്. എല്ലാ പ്രോജക്റ്റിനുള്ളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ മേജർ അപ്ലിക്കേഷൻസ് ഈ ലുവ എന്ന് പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അഡോബ് ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ആംഗ്രി ബേർഡ് അല്ലെങ്കിൽ VLC മീഡിയ പ്ലേയേഴ്സ് ആണ്. സോ ഈ ലാംഗ്വേജിൻ്റെ ഒരു യുണീക്ക് ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ വേരിയബിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഗ്ലോബൽ വേരിയബിൾ ആയിട്ടാണ് അത് റെക്കഗ്നൈസ് ചെയ്യുക. സോ നമുക്ക് ലോക്കൽ വേരിയബിൾ വേണമെങ്കിൽ നമ്മൾ ഈ ലോക്കൽ എന്ന് പറഞ്ഞ കീവേഡ് മെൻഷൻ ചെയ്തിരിക്കണം. സോ ഇതിൻ്റെ ഫംഗ്ഷൻ സിൻടാക്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമിലത്തെ പോലെ തന്നെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം ആൻഡ് എൻഡും ഡിക്ലെയർ ചെയ്യണം. അതിനുള്ളിലാണ് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഡിക്ലെയർ ചെയ്യുക. സോ ഇവരുടെ ഒരു പാക്കേജ് മാനേജർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ജാവാസ്ക്രിപ്റ്റിൽ നോഡ് അല്ലെങ്കിൽ NPM ഉള്ള പോലെ തന്നെ ഇവർക്ക് ലുവ റോക്സ് എന്ന് പറഞ്ഞ പാക്കേജിങ് മാനേജറാണുള്ളത്. സോ അത് വെച്ചിട്ട് നമുക്ക് ഏതൊരു പാക്കേജും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഇതിൻ്റെ ഒരു ഡേറ്റ സ്ട്രക്ചറിങ് മെക്കാനിസം നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടേബിൾ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു അറേ അല്ലെങ്കിൽ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഹാഷിങ് എല്ലാം വന്നിട്ട് അതിൽ തന്നെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. സോ അതേപോലെ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഇൻഡെക്സിങ് നമ്പർ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ബട്ട് ലുവയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സിങ് നമ്പർ 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ആക്ച്വലി ബാക്കിയുള്ള പ്രോഗ്രാമിൻ്റെ പോലെ ക്ലാസ്സസിൽ ലുവയിലില്ല. പക്ഷെ നമുക്ക് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ഏതൊരു ഓപ്പറേഷനും നമുക്ക് ചെയ്യാം. സോ ഇതാണ് ലുവ ഇൻ 100 seconds. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.